ഈ യമൻ്റെ സ്റ്റൈലൊരു മന്തി ഉണ്ടാക്കിയത് അതിനുള്ള ചിക്കനും പിന്നെ അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലി പൊടിക്കാത്തത്, കുരുമുളക് പൊടിക്കാത്തത്, ഏലക്കായ് ഒരു 5-6 പട്ട, പിന്നെ ജീരകം, പിന്നെ ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് മൊത്തം ഒരു മിക്സിയിലടിക്കുക. മിക്സിയിൽ ഇട്ടടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഈ നമ്മളെ ഈ ചില്ലി പൗഡറില്ലേ അത് കുറച്ച് വേണമെങ്കിൽ കുറച്ച് അത് ഇടാം. അതിലിട്ട് അത് മിക്സിയിലൊന്നിട്ട് അടിക്കുക. മിക്സിയിലിട്ട് അടിച്ച് ഇതേ ലെവലിലാവും. ഇതേ ലെവലിലാവുമ്പോൾ നമ്മളെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ ഒലീവ് ഓയിൽ അതിലൊഴിക്കുക. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ. ഒലീവ് ഓയിലാണ് അതിൻ്റെ ഏറ്റവും നല്ല അനുയോജ്യം. ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ അത് ഒന്ന് ശരിക്കും മിക്സ് ചെയ്യാം. കാരണം മിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമന്ന് ഉണ്ടാക്കുന്ന സ്റ്റൈലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ചിക്കനിലെ മസാല ഫുള്ളായിട്ട് പരത്തി വെക്കുക, പിടിപ്പിക്കുക. കുറേ ചാക്കിയാൽ മതി. ഓരോ ചിക്കൻ എടുക്കുക, അതിൽ മസാല പരത്തി പിടിപ്പിച്ച് ഈ സ്റ്റൈലിൽ ആക്കുക. ഒരു അരമണിക്കൂർ അതൊരു മസാലയൊക്കെ പിടിക്കുന്ന ലെവലിലാണ് വെക്കുക. വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളെന്താക്കുക, റൈസ് ഉണ്ടാക്കാനുള്ള മന്തി റൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുക. അതിന് വേണ്ട സവോള, ക്യാപ്സിക്കം, ഒരു 4-5 പച്ചമുളക്, ക്യാരറ്റ്, പിന്നെ നേരത്തെ എടുത്ത പോലെ കുറച്ച് കറുപ്പട്ട, കുരുമുളക്, മല്ലിൻ്റെ പൊടിക്കാത്തത്, ജീരകം, പിന്നെ അതിൻ്റെ റൈസ് 2 കിലോ റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3 ഉണക്ക് ഇത് ചെറുനാരങ്ങ, നമ്മുടെ ഡ്രൈ ചെറുനാരങ്ങ, പിന്നെ ഉള്ളിയിട്ട് സൺഫ്ലവർ ഒഴിക്കുക, ഉള്ളിയിടുക, ഉപ്പിടുക, ശരിക്കും എല്ലാം വാട്ടുക, നന്നായി വാട്ടുക. ആവശ്യത്തിന് ഉപ്പിടുക, നല്ല ശരിക്കിട്ട് വാട്ടി അതിന് ശേഷം പിന്നെ ഉണക്ക് ചെറുനാരങ്ങയൊക്കെ ഇട്ട് ഉലുവ ചപ്പൊക്കെ ഇട്ട് ശരിക്കും വാട്ടിയെടുക്കുക. നന്നായി വാടി വന്നതിന് ശേഷം വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. ഒരു കപ്പിൻ്റെ റൈസ് അരി എടുത്തു കഴിഞ്ഞാൽ 1.5 കപ്പ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് റൈസ് അതിലിടുക, ശരിക്കും മിക്സ് ചെയ്യുക. ശരിക്കും മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മളെന്താക്കുക, വെള്ളം ഒഴിക്കുക. ഒന്നും കൂടി മിക്സ് ചെയ്യുക. കണക്കായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. പക്ഷേ ഇനിയാണ് തന്നെ നമ്മളെ മന്തിൻ്റെ ശരിയായ സ്റ്റൈല് വരുന്നത്. ഫോയിൽ പേപ്പർ ഒരു 2 ലെയറോ 3 ലെയറോ വിരിക്കുക അതിൻ്റെ റൈസിൻ്റെ മുകളിൽ. എന്നിട്ട് അതിന് ശരിക്കും ഒരു കൊള്ളിയെടുത്ത് ഓൾസ് ഇടുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിൻ്റെ ഫ്ലേവറൊക്കെ താഴേക്ക് വരാൻ വേണ്ടി കേട്ടോ, റൈസിൻ്റെ മുകളിലേക്ക് വീഴാൻ വേണ്ടിയാണ്. അങ്ങനെ ശരിക്കും അത് പൊത്തുക, മുകളിൽ ശരിക്കും പൊത്തുക. ശരിക്കും നല്ല ആവിയൊന്നും പോവാത്ത ലെവലിൽ മൂടി ഒരു ഏകദേശം ഒരു 45 മിനിറ്റാണ്. അതിൽ 30 മിനിറ്റ് നല്ല തീ ഫുള്ളിൽ വെക്കുക. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെക്കുക. അതതിൻ്റെ ഒരു സ്റ്റൈല്. അതിന് ശേഷം നമ്മളെടുത്ത് നോക്കുക. ഒരു 45 മിനിറ്റ് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. 45 മിനിറ്റ് നമ്മൾക്ക് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഏകദേശം ഒരു ലെവലിൽ വെന്തിട്ടുണ്ട്. ഇപ്പോൾ റൈസിൻ്റെ മുകളിൽ കണ്ട മഞ്ഞ കളർ, അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ ഇട്ട് റെഡി ആയിട്ടുണ്ട്. കാരണം മഞ്ഞൻ്റെ ഒരു സാധനം നമ്മൾ അതിലാക്കിയിട്ടില്ല, അത് എല്ലാം ഇതിൻ്റെ ഫ്ലേവർ തന്നെ വന്നതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക, സ്മോക്ക് ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന ചെറിയൊരു ചിരട്ടയോ എന്തെങ്കിലും ഇട്ട് പുകയിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതാവും.
പിന്നെ ഓൾറെഡി റൈസ് റെഡി. മന്തി എങ്ങനെയുണ്ട്? ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ